ഇവിടെ അടുത്ത് എവിടെയാണല്ലോ. വണ്ടി നിർത്തിക്കേ. ചവിട്ട് നിർത്തോ. രണ്ട് കാലം ഒരുമിച്ച് വെച്ച് ചവിട്ട്. നിർത്ത. ചേട്ടാ ഇവിടെ ആണെന്നാണല്ലോ കാണിക്കുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്ന്? വേഗം വേഗം. 2 കോടിയുടെ ഒരു വെയിറ്റേ. താഴെ വീടല്ലേ. രാജയോഗം തുടങ്ങി. തിക്കുത്താന വരുമ്പോ കല്ലേ കുത്ത് കരിങ്കൂത്ത. എന്റെ പൊന്നാശാനെ സക്സസ്. എല്ലാം കിട്ടിയോടാ? എല്ലാം കിട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി മരിക്കും. വേഗം തുറക്ക്. 2 കോടിയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. തുറന്ന് കാണിച്ചിട്ടുണ്ട്. എടാ പുട്ടേ, 2 കോടി കണ്ട് ബോധം കെടല്ലേ? ചന്ദ്ര, നിന്റെ തന്ത്രം എന്റെ അടുത്ത് വിലപ്പോവില്ല. അവളെ തട്ടിയേച്ച് തെളിവുമായി വന്നാൽ വല്ല നക്കാപ്പിച്ചിയം തരാം. കല്ല്. കല്ല്. മരത്തിന് പോകാം. വാട്ട്? നിങ്ങൾക്ക് പണം കിട്ടിയില്ലല്ലോ? മതിയായി. കുറെ ദിവസമായി ഒരുങ്ങുന്നു. ഇനി വയ്യ. ഞങ്ങൾ കോടികൾ മോഹിച്ചിട്ടൊന്നുമല്ല നിങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ടുവന്നത്. പിന്നെ എന്തിനാണെന്ന് അറിയണോ? തീർച്ചയായിട്ട് വാ, എന്റെ കൂടെ വാ, കാണിച്ചു തരാം. കണ്ടോ, ഈ കിടക്കുന്ന ഞങ്ങളുടെ എല്ലാമാ. ഇവളൊന്ന് എണീറ്റ് നടന്നു കാണണം. അതിനൊരു ഓപ്പറേഷൻ വേണം. അതിനുള്ള പണം അത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. എന്താടാ, ആരാ ഇത്? നാടക നടീന്ന് പറഞ്ഞത്? അല്ല, ഇവര് നാടക നടിയൊന്നുമല്ല. ഞങ്ങള് കിഡ്നാപ്പ് ചെയ്ത കോടീശ്വരിയാ. കിഡ്നാപ്പ് ചെയ്ത കോടീശ്വരിയോ? എന്താടാ? 10 പൈസയുടെ വിലയില്ലാത്ത കോടീശ്വരി. ഒന്ന് തെളിച്ചു പറ. അപ്പൂപ്പ, ഞാൻ എന്തായി കേക്കണേ? നിന്നെ രക്ഷപ്പെടുത്താൻ മറ്റൊരു വഴിയും കണ്ടില്ല മോളെ. നീ ഒന്ന് നടന്നു കാണണമെന്നുള്ള മോഹത്തില്. അതിനിതാണോ വഴി? ചേച്ചി, പ്ലീസ് ചേച്ചി, ഇവര് പോലീസിൽ പിടിപ്പിക്കരുത്. ഞങ്ങള് കള്ളന്മാരായിരുന്നു. ഒരാക്സിഡന്റിൽപ്പെട്ട് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എന്റെ മോൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു, ഇനി മോഷ്ടിക്കില്ല. അനങ്ങാൻ വയ്യാത്ത ഇവളെന്തെന്നിട്ട് അവള് ഞങ്ങൾ വാക്ക് തെറ്റിച്ചില്ല.
എല്ലാം നിർത്തി. പക്ഷേ ഇവള് എന്റെ പൊന്നുമോള് നിങ്ങൾ എന്നെ കാട്ടിക്കൊടുത്തോളൂ. എന്റെ ശാന്തി മോക്ക് വരെ ഉള്ളൂ. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ കരുതിയേ? തീട്ടക്കാരി, ബുദ്ധൂസ്. പക്ഷേ എനിക്ക് ഉണ്ടൊരു മനസ്സ്. എനിക്ക് ഇപ്പൊ തോന്നുന്നു നിങ്ങളെക്കാളും വലിയ കള്ളനാണ് എന്റെ ഹസ്ബൻഡ്. ആദ്യം അയാളല്ലേ പോലീസിൽ ഏൽപ്പിക്കേണ്ടത്. എന്റെ വില അയാൾ 4 കട്ടയിൽ ഒതുക്കിയില്ലേ? അയാൾ അനുഭവിക്കുന്ന എല്ലാ സ്വത്തും എന്റെ ഡാഡി ഉണ്ടാക്കിയതാ. എന്നിട്ടിപ്പോ poor girl, ഞാൻ ആരെയും പിടിച്ച് പോലീസിൽ കൊടുക്കില്ല. ഒരു നല്ല കാര്യത്തിനല്ലേ ഇത് ചെയ്തത്. ഞാൻ ക്ഷമിച്ചു. ഗണേശ, ഞാൻ പോകുന്നില്ല. ഇവിടെ തന്നെ നിൽക്കുന്നു. എന്റെ വില എന്താണെന്ന് ഐ വിൽ ഷോ മൈ ഹസ്ബൻഡ്. തന്റെ പണം നഷ്ടപ്പെട്ടതിലല്ല, ഭാര്യ തിരികെ ലഭിക്കാത്തതിലാണ് ദുഃഖമെന്ന് ശ്രീ നമ്പ്യാർ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. എനിക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്റെ ഭാര്യ ഏത് അവസ്ഥയിലാണെന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ തളരുന്നത്. അവർക്ക് ആവശ്യപ്പെട്ട പണം കൊടുത്തു. എന്നിട്ടും ക്യാമറ ഓഫ് ചെയ്യൂ. ഓഫ് ചെയ്തിട്ടില്ലേ? പോലീസിന് സംഭവിച്ച Yes. വീഴ്ചയുടെ Now I ഉത്തരവാദിത്വം believe. ആഭ്യന്തരമന്ത്രി അയാൾ രാജിവെക്കണമെന്ന് കള്ളനാണ്. പ്രതിപക്ഷം അയാളെ ഒരു നിയമസഭയിൽ പാഠം ആവശ്യപ്പെട്ടു. പഠിപ്പിക്കണം. സ്ഥലം SIയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോ പുതിയ അന്വേഷണ ഒന്നും ഉദ്യോഗസ്ഥനെ നടക്കുമെന്ന് നിയമിക്കുമെന്ന് തോന്നുന്നില്ല. ആഭ്യന്തര വകുപ്പ് നിങ്ങൾ വ്യക്തമാക്കി. No, I will not go. I want to teach him a lesson. Ganesha, give me my bag. ഇതിൽ ഞങ്ങളുടെ എല്ലാ വീടിന്റെയും താക്കോലുണ്ട്. അതിൽ എവിടെയൊക്കെ പണം, റെക്കോർഡ്സ്, ഓർണമെന്റ്സ് ഉണ്ടെന്നെല്ലാം ഞാൻ പറയാം. ഇന്ന് രാത്രി അതൊക്കെ പൊക്കണം. കൂടാതെ ഒരു ആൽബം ഗ്രീൻ വില്ലയിലെ എന്റെ ഷെൽഫിലെ ഉണ്ട്, അതും പൊക്കണം. ഇനി മോഷ്ടിക്കില്ലെന്ന് മോക്ക് വാക്ക് കൊടുത്തിരിക്കുക. അതെ. ഇത് എങ്ങനെ മോഷണമാവും? ഞാനല്ലേ ഓണർ, ഞാൻ പറയുന്നു അത് എടുത്തോണ്ട് വരണം. നേരാശാനെ, മുതലാളി പറയുന്നു, നമ്മൾ ചെയ്യുന്നു. ജോലി അത്രേ ഉള്ളൂ. അസനെ, ഇന്ന് രാത്രി നമ്മളെല്ലാം തൂത്തുപെരുത്തും. ഏറ്റവും എനിക്കാണെങ്കിൽ മോഷ്ടിക്കാനായിട്ട് കൈ തരിക്കുക. ഒരു ഒറ്റ പൂട്ടും പൊളിക്കേണ്ടി വരില്ലെന്ന് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം. ചേട്ടൻ പുട്ടുകുത്തിയാ മതി. പോടാണെന്ന് ഈ തട്ടുകട ഇന്നത്തോടെ നിർത്തി. ഞാൻ ജോലിയും ശിൽക്കാരവും. നാപ്പർചന്ദ്രന്റെ ഏറ്റവും വലിയ തട്ടിക്കൊണ്ടുപോകലാണ് ഇത്. ജയിലിൽ ഇയാൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. 40 ദിവസത്തോളം ഭൂമി തുറന്നാണ് ഇയാൾ പ്രധാന മതിൽ കടന്നത് എന്ന കാര്യം ജയിലധികാരികളുടെ പങ്കാളിത്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ചന്ദ്രനെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്തുന്നവർക്ക് 5 ലക്ഷം രൂപ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചന്ദ്രൻ കേരളത്തിന് പുറത്തേക്ക് കടന്നതായി കേരള പോലീസ് സംശയിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പുറപ്പെട്ടു കഴിഞ്ഞു. കുപ്രസിദ്ധ കുറ്റവാളികളുടെ ലിസ്റ്റിൽപ്പെട്ട ചന്ദ്രൻ ഇതിനു മുമ്പും 7 തവണ ജയിൽ ചാട്ടം നടത്തിയിട്ടുണ്ട്. അവസാനമായി ഇയാളെ ബോംബെയിലെ ധാരാവിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇപ്പോൾ തട്ടിയെടുത്ത 2 കോടിയുമായി ഇയാൾ രാജ്യം വിടുമെന്ന അഭ്യൂഹത്തെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.